തിരുവനന്തപുരം മഞ്ചൂരിലെ റോഡ് അടച്ചുള്ള CPM സമ്മേളനത്തിൽ DGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. സംഭവത്തിൽ ഉടൻ കേസെടുത്തു എന്ന് DGP പറയുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തിലും കേസെടുത്തെന്ന് വിശദീകരണം. ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ മേൽ റിപ്പോർട്ട് നൽകാൻ. വിവരങ്ങൾ നൽകും. ബിനിൽ, ഉടൻ കേസെടുത്തു എന്നാണ് പറയുന്നത്. ഈ വാർത്ത മുഴുവൻ തലേദിവസം അവരുടെ മുമ്പിൽ സ്റ്റേജ് കെട്ടി പിറ്റേ ദിവസം വൈകുന്നേരം വരെ പരിപാടിയെല്ലാം പൂർത്തിയായ ശേഷം പിറ്റേന്നാണ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. അപ്പൊ എന്ത് വിശദീകരണമാണ് എന്ത് വിശദീകരണമാണ് DGP നൽകിയത്? പാതയോരത്ത് സ്റ്റേജ് കെട്ടി CPM നടത്തിയ സമ്മേളനം സംബന്ധിച്ച് ശക്തമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ DGP ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഉടൻ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് DGP നൽകുന്ന വിശദീകരണം. പക്ഷേ നിലവിലെ ചട്ടം പാതയോരങ്ങളിൽ സ്റ്റേജ് കെട്ടി പരിപാടികൾ നടത്താൻ അനുവദിക്കുന്നില്ല. അപ്പോൾ സ്റ്റേജ് കെട്ടുമ്പോൾ ഇവർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേസെടുത്താൽ മാത്രം മതി എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ റോഡ് മഞ്ചൂരിൽ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് CPM പന്തലിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സ്റ്റേജ് ഉറപ്പിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിലും സ്റ്റേജ് കെട്ടിയത് ജോയിന്റ് കൗൺസിലിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സ്റ്റേജ് കെട്ടിയത്. റോഡ് കുഴിച്ച് പന്തലിട്ടാൽ കുറ്റം മാറുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് ചില സുപ്രധാന ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ നിലവിൽ ചട്ടം നിലനിൽക്കുന്നുണ്ട്. പാതയോരങ്ങൾ സ്റ്റേജ് കെട്ടുന്നതിനെ വിലക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ചട്ടങ്ങളെ എങ്ങനെ മറികടന്നു? അങ്ങനെ മറികടന്ന് സ്റ്റേജ് കെട്ടിയപ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിന്നോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നേരത്തെയും കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് തീർപ്പിലേക്ക് പോകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടിൽ തന്നെയാണ് ആദ്യം മുതൽ തന്നെ നിൽക്കുന്നത്. ശരി, എന്തായാലും കോടതി ഇതാ കുടയുന്നുണ്ട്. കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. മഞ്ചൂരിൽ യോഗത്തിൽ പങ്കെടുത്തവരാരൊക്കെ അവരെയൊക്കെ കണ്ടെത്തിയോ എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നുണ്ട്. റോഡ് കുഴിച്ച് പന്തലിട്ടാൽ കുറ്റം മാറുമെന്ന് കോടതി സൂചിപ്പിക്കുന്നത്. ഇത് കണ്ടാൽ അറിയുന്ന 500 പേർക്കെതിരെ കേസെടുത്തു എന്നുള്ളതായിരുന്നു. അന്ന് ആദ്യ ദിവസം കേസെടുക്കുമ്പോൾ ഏരിയ സെക്രട്ടറിയോ അവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാർത്തയായതിനു ശേഷം. ജനങ്ങൾക്കൊന്നും ഇതൊരു ബുദ്ധിമുട്ടുമല്ല എന്നൊക്കെയായിരുന്നു അന്ന് ചിലവർ പ്രതികരിച്ചെങ്കിൽ പിന്നീട് ജില്ലാ സെക്രട്ടറി തന്നെ അത് ശരിയായില്ല, തെറ്റായ മാധ്യമങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം എന്നുള്ളതാണ് അന്ന് അവിടെ MV ഗോവിന്ദൻ വന്ന് പറഞ്ഞത്. എന്തായാലും കോടതിക്ക് പ്രശ്നമാവുന്നുണ്ട്. കോടതി ഇടപെടുമ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ കുറച്ച് ചിട്ടപ്പടി നടക്കുന്നുണ്ടല്ലോ എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്.